അഡ്വക്കേറ്റ് സ്മിജി. ഇവർ മലപ്പുറം നഗരസഭയിലെ വൈസ് പ്രസിഡന്റാണ്. ഈ സ്മിജി വൈസ് പ്രസിഡന്റായിട്ട് പുറകിൽ വളരെ അതിമനോഹരമായ ഒരു കഥയുണ്ട്. മലപ്പുറം ജില്ലയിലെ താനാളൂരിൽ നിന്ന് കോണി ചിഹ്നത്തിൽ വിജയിച്ചു എന്നാണ് സ്മിജി. ഈ മലപ്പുറം വൈസ് പ്രസിഡന്റ് സീറ്റ് എന്ന് പറയുന്നത് വനിതാ ജനറൽ സീറ്റ് ആയിരുന്നു. മലപ്പുറം ജില്ലയിലായിരുന്നെങ്കിലോ ഒരുപാട് വനിതാ നേതാക്കൾ ജയിച്ചു വന്നിരുന്നു. അതിൽ തന്നെ അവരെ പണം കൊടുത്തും മറ്റും വൈസ് പ്രസിഡന്റാനൊക്കെ മേടിക്കാൻ കപ്പാസിറ്റിയുള്ള പല ആളുകളുണ്ടായിരുന്നു. എന്നിട്ടും അവർ അഡ്വക്കേറ്റ് സ്മിജിയെ തന്നെ വൈസ് പ്രസിഡന്റ് ആക്കി എന്ന് പറയുന്നതാണ് ഇതിനെ വളരെ മനോഹരമാക്കുന്നത്. പാണക്കാട് തങ്ങള് അവരെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇതൊരു വനിതാ ജനറൽ സീറ്റ് ആയിരുന്നിട്ടും ഒരു SC സംവരണ മെമ്പറെ ഞങ്ങൾ വൈസ് പ്രസിഡന്റ് ആക്കി എന്നുള്ള കാര്യം പറയാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇതിനെ വീണ്ടും അതിമനോഹരമാക്കുന്നു എന്ന് വേണം പറയാൻ. മറ്റൊരു നല്ല കാര്യം എന്ന് പറയുന്നത് പ്രായമേറിയ ഒരുപാട് വനിതാ നേതാക്കൾ ഉണ്ടായിരുന്നിട്ടും യുവത്വം നിലനിർത്തുന്നതിന് വേണ്ടി സ്മിജിയെ തന്നെ അവർ പരിഗണിക്കുന്നുള്ളതാണ് ഒന്നും കൂടെ ഇതിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. സ്മിജിയെ അനുമോദിക്കുന്ന എല്ലാ പോസ്റ്റിനും പ്രിയപ്പെട്ട ഉണ്ണിയേട്ടന്റെ മകൾ എന്ന് ലീഗുകാരെല്ലാവരും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഉണ്ണിയേട്ടൻ എന്ന് പറയുന്നത് 16-ാം വയസ്സിൽ ലീഗിൽ ചേർന്ന ഒരു വ്യക്തിയാണ്. മാത്രവുമല്ല പാണക്കാട് കുടുംബത്തിനോട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി. അപ്പൊ ഈ ഉണ്ണിയേട്ടന്റെ മകളെ പരിഗണിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഈ കെട്ടകാലത്ത് പാണക്കാട് തങ്ങളുടെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിലും മേൽനോട്ടത്തിലാണ് സ്മിജയെ തെരഞ്ഞെടുത്ത് അറിയാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടോ. നാഴിക്ക് 40 വട്ടം എന്തെങ്കിലും ചെറിയ കാരണം കിട്ടിയാൽ മലപ്പുറത്തെ അങ്ങ് വിമർശിച്ച് കൊല്ലാൻ നിൽക്കുന്ന ആളുകൾ ഇത്ര നല്ല കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനോ മറ്റുള്ളവർക്ക് എത്തിക്കാനോ താല്പര്യപ്പെടുന്നില്ലതാണ് സത്യം.